ഇഫ് എന്ന് പറഞ്ഞ സിമ്പിൾ പോയമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. റഡിയർഡ് കിപ്ലിംഗ് ആണ് നമ്മുടെ പോയറ്റ്. നിങ്ങൾ പല വട്ടമായിട്ട് എന്താണ് പഠിച്ച പോയമായിരിക്കും. എൻ്റെ ക്ലാസ്സിൽ ചിലപ്പം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് പറയാ മക്കളെ? കേട്ടിട്ടുണ്ട് സാർ, ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളവരും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പഠിച്ചെടുക്കാം. ഓക്കെ, ഇതിലെ ഓരോ പോയറ്റിക് ഡിവൈസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോയം പഠിച്ച് കഴിഞ്ഞ് പഠിക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, പോയത്തിന്റെ അർത്ഥം ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കാം. ഓക്കെ, കാരണം എക്സാമിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മൊത്തം പോയത്തിന്റെ അപ്രീസിയേഷൻ എഴുതാനൊന്നും പറയണമെന്നില്ല. ചിലപ്പോൾ ഒരു സ്റ്റാൻസ വന്നിട്ട് ആ സ്റ്റാൻസയിലെ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അത് സ്റ്റാൻസയിൽ ഇന്ന കാര്യം എന്താണെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ സ്റ്റാൻസയിലെ ഓരോ ലൈനിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ അർത്ഥം എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. റെഡി എന്ന് ഒന്നുകൂടി ഇട്ടോളൂ, പിടിച്ചോ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് when all about you are losing theirs and blaming it on you. If you can keep your head എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിന്റെ തലേന്റെ മണ്ടയിൽ ഇവിടെ കഴുത്തിന്റെ മണ്ടയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ബി കാം. അതായത് ചുറ്റുമുള്ള മനുഷ്യന്മാർ ആർ ലൂസിങ് ഡേഴ്സ്, അവരുടെ തല ലൂസ് ചെയ്ത് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു, നിന്നെ കുറ്റം പറയുമ്പോഴും നിനക്കെന്താണ്, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, നിനക്കെന്താണ് കാം ആവാൻ പറ്റുമെങ്കിൽ, കമ്പോസ്റ്റ് ആവാൻ പറ്റുകയാണെങ്കിൽ, കോൺഫിഡന്റ് ആവാൻ പറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്ന അവസാനം പറയും. പക്ഷെ എന്താണ് അടിപൊളി, എന്താ അവസാനം സംഭവിക്കുക? അങ്ങനെയൊക്കെ ആണെങ്കിൽ നീ അടിപൊളിയാണ്, ഈ ലോകം മൊത്തം നിന്റെ ആണെന്നാണ് അവസാനം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മുടെ എത്ര പേര് ബ്രഹ്മയൊക്കെ കണ്ടിട്ടുണ്ട്? അതിൽ നമ്മുടെ അർജുൻ അശോകൻ മനയിലേക്ക് കയറി വരുമ്പോൾ മമ്മൂട്ടിയും സിദ്ധാർത്ഥ് ഭരതനും ആണല്ലോ, രണ്ട് ക്യാരക്ടേഴ്സ് ആണുള്ളത്. രണ്ടുപേരും എന്താണ്, കുറച്ച് തല ലൂസായ ആൾക്കാരാണ്. മമ്മൂട്ടിയുടെ രീതിയിൽ, കാരണം ഉള്ളിൽ ചാത്തനാണുള്ളത്. ഭരതന്റെ രീതിയിൽ, സിദ്ധാർത്ഥ രീതിയിൽ കുറച്ച് കിളിപോയ മനുഷ്യന്മാരെ പോലെയാണ്. അതിലേക്ക് കയറി വരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ്, ചുറ്റുമുള്ള രണ്ടുപേരും എന്താണ്, ഫുൾ കിളിപോയ ആൾക്കാരാണ്. ദേ ഹാവ് ലോസ്റ്റ് ദെയർ ഹെഡ്. പക്ഷെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് കാം ആയേ പറ്റുള്ളൂ, കമ്പോസ്റ്റ് ആയേ പറ്റുള്ളൂ, കമ്പോസ്റ്റർ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഹി ഹാസ് ടു കീപ്പ് ഹിസ് ഹെഡ്, അല്ലെങ്കിൽ ജീവൻ പോകുന്ന അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ കണ്ടവർക്ക് അറിയാം. ഓക്കെ, എനിവേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം നമുക്ക് എന്നാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെ ഡൗട്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ കഴിവിനെ സംശയിക്കുമ്പോൾ, യു ഷുഡ് ബി ഏബിൾ ടു ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ സ്പോയിലർ അലേർട്ട് ഒന്നും ഇല്ല അതിൽ. ആ സിനിമയിലെ ആദ്യത്തെ 10 മിനിറ്റ് കാര്യങ്ങൾ നടക്കുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഒന്നുമില്ല കേട്ടോ, പേടിക്കണ്ട, ഒന്നും സ്പോയിൽ ചെയ്തിട്ടില്ല. ക്ലൈമാക്സ് ഒക്കെ വേറെ തന്നെ കാര്യം തന്നെയാണ്, ഇതൊന്നല്ല, ബന്ധമൊന്നുമില്ല. ഓക്കെ, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ആവറേജോ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെ പല ആൾക്കാരായിക്കോട്ടെ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നിന്നെ കൊണ്ടൊന്നും കഴിവില്ല, മാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, +1 90 മുകളിൽ വാങ്ങാൻ പറ്റില്ല, 95 മുകളിൽ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും രാത്രി 9 മണിയായിട്ട് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയോ? ഇല്ല, യു ഹാവ് ട്രസ്റ്റഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്, ലൈവ് ക്ലാസ് കാണുന്നത്, പരീക്ഷ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ആഗ്രഹം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുമായിരുന്നു ഇപ്പം. അപ്പൊ ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെദർ മെൻ ഡൗട്ട് യു, ബാക്കിയുള്ളവർ നിങ്ങളെ സംശയിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളെ തന്നെ. പക്ഷേ ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു, അതിനർത്ഥം എന്താണ്, എന്നാൽ ഒരു വിഡ്ഢിയായി പോരുത്, ബ്ലൈൻഡ് ആയി പോരുത്. അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പുണ്ടായിരിക്കണം. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു, അവരുടെ ഡൗട്ടിന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് വരണം. ഓക്കെ, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. സാർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? അല്ല മക്കളെ, ലൈഫിൽ എന്ത് നല്ല കാര്യം വരണമെങ്കിലും, സക്സസ് വരണമെങ്കിലും നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഇപ്പൊ തന്നെ വരണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ +1 നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണം, അന്ന് വെച്ചിട്ട് നാളെ തന്നെ ഫുൾ മാർക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. യു ഷുഡ് വെയിറ്റ് ഫോർ ഇറ്റ്. നിങ്ങൾ എഫേർട്ട് എടുക്കണം. ഇതിന് അവസാനം ഒരു സമയം എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ, പരീക്ഷ ആയിക്കോട്ടെ, ലൈഫിലും ആയിക്കോട്ടെ. അപ്പോൾ ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ് നിങ്ങളെ ഒരു മുഷിപ്പിക്കാൻ പാടില്ല. ഓർ ബീങ് ലൈഡ് അബൌട്ട് ബട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നിങ്ങളെപ്പറ്റി ആൾക്കാർ കളവ് പറഞ്ഞോട്ടെ. ഓർ ബീങ് ലൈഡ് അബൌട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി ആൾക്കാർ കളവ് പറഞ്ഞോട്ടെ. അവൻ അങ്ങനെ ചെയ്തു, അല്ല എന്നെ പറ്റിയിട്ടാണെങ്കിൽ അലക്സ് സാറ് സീനാണ്, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നല്ല, വെടിപ്പല്ല, ഒരു പ്രശ്നമാണ് ആള് എന്നൊക്കെ ബാക്കിയുള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ഞാൻ സ്വന്തം കളവ് പറയാൻ പാടില്ല,
അവർ കളവ് പറഞ്ഞോട്ടെ, അന്ന് വെച്ചിട്ട് ഞാൻ പറയാൻ പാടുണ്ടോ? പിന്നെ ഞാനും അവർ തമ്മിൽ എന്ത് വ്യത്യാസം എന്നാണ് പോയിട്ട് പറയുന്നത്. ഡോണ്ട് ഡീൽ. നിങ്ങളെ പറ്റി കളവ് പറയും ആൾക്കാർ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കളവില് ഡീൽ ചെയ്യരുത്, നിങ്ങൾ കളവ് പറയരുത്. ഓർ ബീങ് ഹേറ്റഡ് ബട്ട് ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. ആൾക്കാർ നിങ്ങൾ ചിലപ്പോൾ ഹേറ്റ് ചെയ്തേക്കാം, എന്നാൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ അവരെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവരെ ഹേറ്റ് ചെയ്തോട്ടെ, നിങ്ങൾ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബി സിഗ്മ എന്നാണ് പറയുന്നത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും, അതായത് എന്താണ് പറയുന്നത്? കീപ് യുവർ ഹെഡ്, പിന്നെ ട്രസ്റ്റ് യുവർ സെൽഫ്, പിന്നെന്താണ്? ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. കളവ് പറയാൻ പാടില്ല, ഹേറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഡോണ്ട് ലുക്ക് ടു ഗുഡ്. നല്ല മനുഷ്യനായിട്ട് വലിയ എന്താണ് ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ പോകാൻ പാടില്ല. നോർ ടോക്ക് ടു വൈസ്. ബാക്കിയുള്ളവരെ ഓവർ എന്താണ് ഉപദേശിക്കാനൊന്നും പോകരുത്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? നല്ല ആൾക്കാരാണ്, പക്ഷെ വാ തുറന്ന ഉപദേശം കേൾക്കുള്ളൂ, സംസാരിക്കാൻ മിണ്ടാൻ കൊള്ളൂല, ഫ്രണ്ട്സ് ആകാൻ കൊള്ളൂല. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മുടെ ഈ സിനിമയിൽ തണ്ണീർമത്തനിലൊക്കെ മാത്യുയുടെ ക്യാരക്ടർ ആദ്യ ഭാഗത്ത് കുറച്ച് ഓവറാക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഒരു ഓവറാക്കിയില്ലേ? കുറച്ച് കഴിയുമ്പോൾ മാറി, വേറെ കാര്യം. അപ്പൊ അതന്നെയാണ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. ഓവറായിട്ട് നല്ല മനുഷ്യൻ ചമയരുത്, ഓവറായിട്ട് ബാക്കിയുള്ളവർ ഉപദേശിക്കാനൊന്നും പോകരുത്. ഓക്കെ, നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി, ഓവർ അതിനെപ്പറ്റി ഡയലോഗ് അടിച്ച് നടക്കണ്ട എന്നാണ് പോയിട്ട് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, ഇതിൽ ഹിഡൻ മീനിങ്സ് ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ ക്രിസ്റ്റൽ ക്ലിയർ ആണ് മക്കളെ. അങ്ങനെയാണ് നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. ഇഫ് യു ക്യാൻ ഡ്രീം, സ്വപ്നം കാണാൻ പറ്റണം. ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. എന്നാൽ സ്വപ്നത്തിനെ നിങ്ങളുടെ ആശാനാക്കരുത്, നിങ്ങൾ സ്വപ്നത്തിനോട് ഒരു അടിമയാവരുത്. സ്വപ്നം കാണാൻ പറ്റണം, എന്നാൽ സ്വപ്ന ജീവിയായി ഇങ്ങനെ ജീവിക്കരുത്. ഫുൾ ടൈം സ്വപ്നത്തിൽ അങ്ങനെ ആയി പോകരുത്. റിയലിസ്റ്റിക് ആയിരിക്കണം. സ്വപ്നം നിങ്ങളുടെ എന്താണ്? സ്ലേവ് ആയിരിക്കണം, നിങ്ങളുടെ അടിമയായിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ സ്വപ്നത്തിന് അടിമയായി പോകരുത് എന്നാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, പക്ഷെ തോട്ട്സ് ആവരുത് നിങ്ങളുടെ എയിം. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ, എനിക്ക് പരീക്ഷയിൽ വേണ്ട, എനിക്ക് എന്താണ് നമ്മുടെ അലൻ സാർ ആപ്പിൾ വിഷൻ പ്രോ വാങ്ങിച്ച് വീഡിയോ കിട്ടാറ് നിങ്ങൾ അറിയാം അല്ലേ? കുറേ പേര്, ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയപ്പോണ്ട് കുറേ പേര് ഹൂ ഓൾ ആർ കമ്മിങ് ഫ്രം ദി ലൈവ്, ആരൊക്കെ ലൈവിൽ നിന്ന് ചാടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് ഇട്ടുണ്ട്. അപ്പോൾ ചാടി പോകാൻ നോക്കണ്ട, വീണ്ടും ലൈവ് കഴിഞ്ഞിട്ട് പോയി കണ്ടാൽ മതി. അപ്പോൾ ആപ്പിൾ വിഷൻ പ്രോ അലൻ സാർ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എനിക്കും കൂടി വാങ്ങിച്ചാലോ എന്ന്. അപ്പോൾ എൻ്റെ തോട്ടാണത്. എന്നാൽ ഞാനൊന്നും ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം ഇഫ് യു ക്യാൻ തിങ്ക്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം, പക്ഷേ നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. തോട്ട്സ് ആവരുത് നിങ്ങളുടെ എയിം. ഈ ചിന്ത ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അത് നിങ്ങളുടെ എയിം ആക്കരുത്. എന്തായിരിക്കണം നിങ്ങളുടെ എയിം? പണിയെടുക്കുക, ആക്ഷൻ ആയിരിക്കണം നിങ്ങളുടെ എയിം. മനസ്സിലായില്ലേ? തോട്ട്സ് ആവരുത് എയിം. ചിന്തയിൽ നിർത്തരുത്, പണിയെടുത്ത് കാണിച്ചു കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ആരാണ് ട്രയംഫ്? ട്രയംഫ് എന്ന് പറഞ്ഞാൽ മക്കളെ സക്സസ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫെയിലിയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്രയംഫിനെയും സക്സസിനെയും അതുപോലെ ഡിസാസ്റ്റർ അഥവാ ഫെയിലിയറിനെയും മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. അവരെ രണ്ടുപേരെയും ഒരേപോലെ, അതായത് സക്സസ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിക്കോട്ടെ, രണ്ടിനെയും ഒരേ ഇമോഷനോട് കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ അടിപൊളിയാണെന്നാണ് പറയുന്നത്. സാർ അതിൻ്റെ അർത്ഥം എന്താണ്? ലൈഫിൽ രണ്ടും ഉണ്ടാവും. ലൈഫ് എന്താണ്? ഒരു സൈൻ കർവ് പോലെയാണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചില്ലേ? എ സൈൻ ഒമേഗ ടി, SHMന്റെ ഇക്വേഷൻ. കോസ് ഒമേഗ ടി ആണ് അവിടെ പഠിച്ചത്, പക്ഷേ സൈൻ ഒമേഗ ടി SHM ആണ്. SHM പോലെയാണ് ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. ഫിസിക്സിൽ പഠിക്കുന്നവർക്ക് എ സൈൻ ഒമേഗ ടി പോലെയാണ് ലൈഫിൽ സക്സസ് ഉണ്ടാവും, ലൈഫിൽ ഫെയിലിയറും ഉണ്ടാവും. അപ്പോൾ രണ്ടുമുള്ള സ്ഥിതിക്ക് എന്താണ്? രണ്ടിനെ ഒരേപോലെ ട്രീറ്റ് ചെയ്യല്ലേ നല്ലത്. സക്സസ് വരുമ്പോൾ ഓവർ സന്തോഷമായി, ഫെയിലിയർ വരുമ്പോൾ ഓവർ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ലൈഫിൽ രണ്ടും വരുന്നത് മനസ്സിലാക്കുക. രണ്ടു വരുമ്പോൾ ഏതാണ്ട് ഒരേപോലെ അങ്ങോട്ട് ഡീൽ ചെയ്താൽ ലൈഫ് എന്താണ്? സിമ്പിളായി. അപ്പം ട്രയംഫ് വന്നാലും ഡിസാസ്റ്റർ വന്നാലും രണ്ടുപേരെയും ഒരേപോലെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നാണ് പോയിട്ട് പറയുന്നത്. ഇതിൽ ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആട്ടിൻ തോലിട്ട ചെന്നായി. അതായത് വേറൊരാളുടെ രൂപത്തിൽ വരുന്ന ഒരാളെയാണ് നമ്മൾ ഇമ്പോസ്റ്റർ എന്ന് വിളിക്കുക. ഇവർ പറയുന്നത്, പോയിട്ട് പറയുന്നത് ട്രയംഫും ഡിസാസ്റ്ററും ഇമ്പോസ്റ്റേഴ്സ് ആണെന്നാണ്. കാരണം രണ്ടുപേരും ഒന്നാണ്, വേറെ വേറെ രൂപത്തിൽ വരുന്നേ ഉള്ളൂ. രണ്ടുപേരും ലൈഫിന്റെ ഭാഗമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് ഈക്വേറ്റ് ചെയ്തത്. ഓക്കെ, ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നേവ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. നിങ്ങൾ പറയുന്ന സത്യം ആൾക്കാർ ട്വിസ്റ്റ് ചെയ്യുക. നെയ്വ് എന്ന് പറഞ്ഞാൽ
ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഡിസോണസ്റ്റ് പീപ്പിൾ, അങ്ങനത്തെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ച് നിങ്ങൾ എന്താണ് കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം? ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ, നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റണം. ഓക്കെ, ഇഫ് യു ക്യാൻ ബെയർ എന്ന് പറഞ്ഞാൽ കരടിയല്ല. ഇഫ് യു ക്യാൻ ബെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ എന്ത്? ടു ഹിയർ ദ ട്രൂത്ത് യു ഹവ് സ്പോക്കൺ, നിങ്ങൾ പറഞ്ഞ സത്യങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ബൈ ഡിസോണസ്റ്റ് പീപ്പിൾ. അപ്പം അങ്ങനെ ട്വിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണം. ആൾക്കാർ എന്തായാലും ലൈഫിൽ നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ചെന്താണെന്നൊക്കെ ആക്കും, പക്ഷെ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റണം. അത് പറ്റുമെങ്കിൽ നിങ്ങൾ അടിപൊളിയാണെന്ന് പറയുന്നത്. ഓക്കെ, ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ, ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു, നിങ്ങൾ ജീവൻ കൊടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ, അത് ബിൽഡിംഗ് ആവണമെന്നില്ല. നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ ചെയ്തോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ +1 ലൈഫ് ഒരു 6-7 വർഷം ഗിറ്റാറൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് ഞാൻ +1 സ്റ്റേറ്റ് കലോത്സവത്തിന് പോയിട്ട് ഞാൻ 26 പേരിൽ പങ്കെടുത്ത 26 പേരിൽ എനിക്കൊന്ന് കൃത്യം ഓർമ്മയില്ല 24ാമത്തെ സ്ഥാനത്തായിരുന്നു എൻ്റെ പൊസിഷൻ. അപ്പം അത്രയും വർഷം കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് പോയിട്ട് അവസാനം ചീറ്റിപ്പോയില്ലേ? ഇഫ് യു ക്യാൻ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ, അപ്പം അത് സഹിക്കാൻ പറ്റണം. എന്നാൽ സഹിക്കുക മാത്രമല്ല, and stoop and build them up with worn out tools. സഹിച്ച് സങ്കടപ്പെട്ടിരിക്കുകയല്ലേ വേണ്ടത്. സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ്, ആൻഡ് ബിൽഡ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ദം അപ്പ്, അത് വീണ്ടും പൊക്കി എടുക്കാൻ പറ്റണം. നമുക്ക് വീണ്ടും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റണം വിത്ത് യുവർ വോൺ ഔട്ട് ടൂൾസ്. നിങ്ങൾക്ക് ബാക്കിയുള്ള എന്ത് ടൂൾസ് ആണോ ബാക്കിയുള്ളത് അത് വെച്ചിട്ട് പൊക്കി എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ +1 ശേഷം +2 വീണ്ടും ഈ കലോത്സവത്തിൽ പങ്കെടുത്തു, വീണ്ടും കഷ്ടപ്പെടുത്തു. 26 അല്ല 28 30 പേര് ആ വർഷം ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് അടിച്ചു. സാർ ഇയാൾ ഭയങ്കര പൊക്കിയടിക്കലാണല്ലോ. ആണ്, ചെയ്തുകൊണ്ടല്ലേ പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്, ഇങ്ങനെ പൊക്കി അടിക്കരുതെന്നാണ് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ ചെയ്തത്. ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യരുതെന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ സേവ് ചെയ്ത പൈസ ആയിക്കോട്ടെ, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത റെസ്പെക്റ്റ് ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹീപ്പ്, ഒരു വലിയൊരു എന്താണ് കൂമ്പാരോ അങ്ങനെ പറയില്ലേ, അത് ഇങ്ങനെ ഹീപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സാർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ 1 turn ഓഫ് പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈസ് കളിക്കുന്ന പോലെ അല്ലെങ്കിൽ കോയിൻ ടോസ് പോലത്തെ ഒരു ഗെയിമാണ്. അതിൽ റിസ്ക് ചെയ്യാൻ പറ്റണം. എന്താണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്? പൈസ കുറെ ഗ്യാമ്പിൾ ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ടാണോ? അല്ല, വല്ലപ്പോഴും ഒക്കെ ലൈഫിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റണം. അല്ലാണ്ട് എപ്പോഴും എന്താണ് ഇങ്ങനെ ഭയങ്കര സേഫ് സോണിൽ പോയാതെ വല്ലപ്പോഴൊക്കെ ലൈഫിൽ എന്താണ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഒക്കെ എടുക്കാൻ നമുക്ക് പറ്റണം. എന്നാലേ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ആൻഡ് ലൂസ്, റിസ്ക് എടുക്കുമ്പോൾ പ്രശ്നം എന്താണ്? എപ്പോഴും ജയിക്കുമോ? ഇല്ല, ഇടയ്ക്ക് തോക്കും. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, വീണ്ടും തുടങ്ങാൻ പറ്റണം ലൂസ് ചെയ്താൽ. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, ശ്വാസം വലിക്കരുതെന്നാണ് പറയുന്നത്. അല്ല, നിങ്ങളുടെ തോൽവിയെ പറ്റി ബാക്കിയുള്ളവരോട് പോയി മോങ്ങരുതെന്ന്. അയ്യോ ഞാൻ തോറ്റേ, അയ്യോ അല്ലേ? നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, സാർ ഒന്നും പഠിച്ചില്ല, ഒന്നും അറിയില്ല, അപ്പൊ നിങ്ങൾ മോങ്ങാന്നല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെ ഓവർ എന്താണ് മോങ്ങരുത്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കുക, പണി തുടങ്ങുക എന്നാണ് പറയുന്നത്. മോങ്ങിക്കൊണ്ടിരിക്കരുതെന്ന്. ഓക്കെ, ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. എന്താണ് പറയുന്നത്? ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയം, നെർവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബുദ്ധിനെയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ബ്രെയിൻ, ആൻഡ് സിന്യൂ അതായത് കണക്ട് ചെയ്തിരിക്കുന്ന സാധനം. ഇപ്പൊ നമ്മുടെ ഹൃദയം, നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനൊക്കെ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എപ്പോഴാണ് സാർ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം? ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അപ്പൊ നമുക്ക് ഭയങ്കര ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും ഹാർട്ടും ഒന്നും പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യില്ല അല്ലേ? നമുക്ക് ഭയങ്കര ഒരു വൃത്തിയായിട്ട് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹാർട്ടിനെയും നമ്മുടെ ബ്രെയിനിനെയൊക്കെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, വർക്ക് ചെയ്യ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു, ഉള്ളിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല, അപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ, എക്സെപ്റ്റ് എന്ത് മാത്രം ബാക്കി ഉണ്ടാവണം? ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. വിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഇച്ഛാശക്തി ഇല്ലേ, ബാക്കി എല്ലാം പോയിക്കോട്ടെ,
ഹാർട്ടും പോയിക്കോട്ടെ, ബ്രെയിനും പോയിക്കോട്ടെ, പക്ഷെ ഉള്ളിൽ എന്താണ് ആ ഇച്ഛാശക്തി ഉണ്ടാവും. ആ ഇച്ഛാശക്തി പറയും ആരോട്? ഈ ഹാർട്ടിനോടും സിനുവിനോടും ബ്രെയിനിനോടൊക്കെ പറയും ഹോൾഡ് ഓൺ, പിടിച്ച് നിൽക്ക്. കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര ലോ പോയിന്റ്സ് ഒക്കെ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ലേ? ഇനി അങ്ങോട്ടും വരും, വന്നിട്ടില്ല ഇനി വന്നോളും. അപ്പോഴൊക്കെ എന്താണ് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നെർവ് ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാർട്ടൊക്കെ എന്താണ് ഗിവ് അപ്പ് ചെയ്യും. പക്ഷെ അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ് വില്ല്, ഈ ഇച്ഛാശക്തി ഇല്ലേ, അത് എന്ത് ചെയ്യണം? ഉണ്ടാവണം. അത് മാത്രം ഉണ്ടായാൽ മതി. കാരണം അതെന്ത് ചെയ്തോളൂ, നമ്മുടെ ബ്രെയിനിനോടും ഹാർട്ടിനോടൊക്കെ പറയും ഹോൾഡ് ഓൺ, പിടിച്ച് നിൽക്ക്, വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സംഭവം കത്തുന്നുണ്ടോ? ഓക്കെ. വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് കുറച്ച് സിമ്പിൾ അല്ല, സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. പക്ഷെ ഞാൻ സിമ്പിൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? ലൈവ് ചാറ്റിൽ വേറെ എന്തൊക്കെയോ നടക്കുന്നത്, അത് പോട്ടെ. അറ്റ്ലീസ്റ്റ് കാണുന്നവരൊന്ന് പറയാ സീരിയസ് ആയിട്ട്, കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് സേർന്ന് പറയാ. ഓക്കെ, അല്ലെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്ര എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളൂ എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വേണ്ടല്ലോ? കിട്ടുന്നില്ലേ? യെസ്. ഓക്കെ. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു. ക്രൗഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരായിട്ട് ഇടപഴകാൻ നിങ്ങൾക്ക് പറ്റണം. പക്ഷെ അതേസമയം വെർച്യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സത്യസന്ധത കീപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ ഓണസ്റ്റി എന്താണ്, നിങ്ങൾ ലൂസ് ചെയ്ത് പോകാൻ പാടില്ല. ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് ദി കോമൺ ടച്ച്. അതേസമയം രാജാക്കന്മാരുടെ കൂടെ നടക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. അല്ല, കിങ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അവരോട് നടക്കാൻ പോകണമെന്നല്ല, വൈകുന്നേരം ഈവനിങ് വാക്കിന് പോകണമെന്നല്ല പറയുന്നത്. അവരുടെ കൂടെയും ഇടപഴകാൻ പറ്റണം, സാധാരണ മനുഷ്യരോടുകൂടിയും. അതേപോലെ പവർഫുൾ ആയിട്ടുള്ള വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഹൈ സ്റ്റേറ്റസ് ഉള്ള ആൾക്കാരോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇടപഴകാൻ പറ്റണം. നോർ ലൂസ് ദി കോമൺ ടച്ച്. സാധാരണ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഓണസ്റ്റി നഷ്ടപ്പെടാൻ പറ്റില്ല. വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് വിട്ടു പോകാൻ പാടില്ല. നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. കോമൺ ടച്ച് എന്താണ്, നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ റൂട്ട്സ്, അതിനെ മറക്കാനും പാടില്ല എന്ന് പറയുന്നത്. ഇഫ് നീദർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിമീസ്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. രണ്ടുപേർക്കും നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാൻ പാടില്ല എന്നാണോ? അല്ല, അവർ ഹേർട്ട് ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കും, പക്ഷെ നിങ്ങൾ ഹേർട്ട് ആവാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മെന്റൽ മേക്കപ്പ്. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾ മെൻ കൗണ്ട് വിത്ത് യു എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർ നിങ്ങളുടെ കൂടെ ആയിരിക്കണം, പക്ഷെ ഓവർ എന്താണ്, നിങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. അവർ നിങ്ങളുടെ കൂടെ എന്താണ്, നിങ്ങൾക്കൊരു ടീം ഉണ്ടാവണം, ആൾക്കാരുണ്ടാവണം, പക്ഷെ അവർ ഓവർ നിങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. കാരണം പിന്നെ അവരെന്താണ്, കേപ്പബിൾ അല്ലാതായി പോകും. എല്ലാത്തിനും നിങ്ങൾ വേണ്ട അവസ്ഥയായി പോകും. ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗിവിംഗ് മിനിറ്റ്. മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ടൈമിനെയാണ്. അൺഫോർഗിവിംഗ് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ടൈം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുവോ? ഫോർ എക്സാമ്പിൾ, ഇന്ന് എനിക്കിപ്പം 3 ദിവസം ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണ്, ഞാൻ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മൂടില്ല. അപ്പം ഞാൻ സമയത്തിനോട് പറയണോ ഒരു കാര്യം ഇന്ന് പഠിക്കാൻ എനിക്ക് മൂടില്ല, തൽക്കാലം സമയം നിന്ന് തരുമോ? എന്നിട്ട് നാളെ ആകുമ്പോൾ നാളെങ്കിൽ മൂടാകുമ്പോൾ വീണ്ടും പോസ് ചെയ്താൽ വീണ്ടും പ്ലേ ചെയ്താൽ മതി. ഇപ്പം പോസ് ചെയ്യാൻ പറഞ്ഞാൽ സമയം നിന്ന് തരുമോ? ഇല്ല, സമയം പോയിക്കൊണ്ടിരിക്കും. നാളെ നിങ്ങൾക്ക് പഠിക്കാൻ മൂടില്ല. അപ്പം നിങ്ങൾ സമയത്തിനോട് പറയുകയാണ് നാളെ എനിക്ക് മൂടില്ല, തൽക്കാലം കുറച്ചൊരു രാത്രി 8 മണി മുതലും ഒരു രാത്രി ഒരു വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെ ടൈം ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞാൽ ടൈം പോസ് ചെയ്യുമോ? ഇല്ല, ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് അൺഫോർഗിവിംഗ് ആണ്. അത് നിങ്ങളെ മൈൻഡ് ചെയ്യില്ല, അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗിവിംഗ് മിനിറ്റ്, നിങ്ങൾക്ക് ആ സമയങ്ങളിൽ ഫില്ല് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ലൈഫ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. ബേസിക്കലി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കൂടുതൽ ചെയ്യണം. കാരണം സമയം എന്താണ്, പോയിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കില്ല. അങ്ങനെയൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത്രയും എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ആദ്യം മുതൽ കീപ് യുവർ ഹെഡ്, വെയിറ്റ് ചെയ്യാൻ പറ്റണം, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, ഡോണ്ട് ഡീൽ ഇൻ ഹേറ്റിംഗ്, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോയിട്ട് പറയാണ് യുവേഴ്സ് ഇസ് ദി എർത്ത്, ഈ ലോകം നിന്റേതാണ്. ആൻഡ് എവ്രിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ തന്നെയാണ്. ആൻഡ് വിച്ച് ഇസ് മോർ, യു വിൽ ബി എ മാൻ മൈ സൺ, അതിലുപരി നീ ഒരു മനുഷ്യനാവും. മാൻ എന്ന് പറഞ്ഞാൽ ആണാവുന്നല്ല പറയുന്നത്, നീ ഒരു നല്ല ഒരു മനുഷ്യനാവും. യു വിൽ ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീയിങ് മൈ സൺ. കഴിഞ്ഞു, കഥം തീർന്നു പരിപാടി. പോയം റെഡിയാണോ? ഇത്രയുള്ള പോയതിൻ്റെ അപ്പൊ കുറേ ചെയ്യാൻ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ, അല്ലെ ലൈഫിൽ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പോയറ്റ് പറയുന്നത്. ഈ പോയറ്റ് പറയുന്നത് കേട്ടാൽ എന്താ തോന്നുക? ഒരു അച്ഛൻ്റെ മകനോട് പറയുന്ന രീതിയിലാണ് തോന്നുക, അല്ലെ? അവസാനം പറയുന്നുണ്ട് മൈ സൺ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ യു വിൽ ബിക്കം എ മാൻ, നീ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആവും, മൈ സൺ. അപ്പോൾ ഒരു അച്ഛൻ മകനോട് പറയുന്ന കുറെ അഡ്വൈസ് എന്നുള്ള രീതിയിലാണ് ഈ പോയം എന്താണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയുള്ള സംഭവം. പോയം ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ പോയറ്റിക് ഡിവൈസസിലേക്ക് നമുക്ക് കിടക്കാം. ലിറ്റററി ആൻഡ് പോയറ്റിക് ഡിവൈസ് പഠിക്കാം, സിമ്പിൾ ആണ്.
ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ തിയറി ഒന്ന് പെട്ടെന്ന്. ഓക്കെ, ഫസ്റ്റ് മെറ്റഫർ. എന്താണ് മക്കളെ മെറ്റഫർ എന്ന് പറഞ്ഞാൽ? ടു ഡിഫറെന്റ് തിങ്സ് ആർ കമ്പയർഡ് ഡയറക്ട്ലി. രണ്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെ ഡയറക്ട്ലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെറ്റഫർ ആണ്. ഫോർ എക്സാമ്പിൾ, ലവ് ഇസ് എ ബാറ്റിൽ ഫീൽഡ്. ലവും ബാറ്റിൽ ഫീൽഡും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ലവ് ഇസ് എ ബാറ്റിൽ, ലവ് ഒരു പ്രണയം ഒരു യുദ്ധക്കളം പോലെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ലിറ്ററലി ഉദ്ദേശിക്കുന്നതാണോ? അല്ല. നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഒരു കൈ പൊക്കുക. ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കണ്ട എക്സ്പീരിയൻസ് ഉണ്ടാവും, ഒരു ഹാർട്ട് ഇമോജി ഇടുക. അതായത് ആരെങ്കിലും രണ്ടുപേരും പ്രണയത്തിലാവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിരിക്കില്ല. എന്തായാലും കലാശങ്ങൾ യുദ്ധം പോലെ ഒക്കെ ഉണ്ടാവും. അപ്പം പ്രണയം എന്താണ് ഇതുപോലെയാന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? മെറ്റോഫോർ ആണ്. മെറ്റോഫോർ. ടൈം ഇസ് മണി. സമയവും പൈസയും വേറെ വേറെ കാര്യങ്ങളാണ്. പക്ഷെ സമയം പൈസ പോലെയാണ്, പൈസക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. മെറ്റഫർ. ഹാർട്ട് ഓഫ് ഗോൾഡ്. ഗോൾഡ് വെച്ചുണ്ടാക്കിയ ഹാർട്ട് ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ നല്ലൊരു ഹാർട്ടുള്ള ആളാണ്, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ഹൃദയമാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അതായത് നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റഫർ ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഓഫ് മൈ ലൈഫ്. നീ എൻ്റെ ജീവിതത്തിന്റെ പ്രകാശമാണ്. നീ എൻ്റെ ലൈഫിലെ ബൾബാണോ? ബൾബായ കൊണ്ടൊന്നല്ല. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇന്ന് രാത്രിയൊക്കെ ചിലവരുടെ വാട്സപ്പ് മെസ്സേജിലൊക്കെ ഉണ്ടാവും, ഇത് ലൈറ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞു. അലക്സാർ പഠിപ്പിച്ചാന്ന് പറയരുത്. ഈ ക്ലാസ് എന്താ ചന്തയോ എന്ന് കേട്ടിട്ടില്ലേ? അതെന്താണ്? മെറ്റഫറാണ്. ടീച്ചർ അടുത്ത വർഷം പറയുമ്പോൾ പറയണം, ആ ടീച്ചർ ഗുഡ് യൂസ് ഓഫ് മെറ്റഫർ. കാരണം എന്താണ്? ക്ലാസ് ചന്ത ഒരു ബന്ധവുമില്ല, പക്ഷെ ക്ലാസ് ചന്തയോ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മെറ്റഫർ റെഡിയാണ്. ഇതൊക്കെ നമുക്ക് പോയത്തിൽ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസോണിഫിക്കേഷൻ ഗിവിംഗ് എ ഹ്യൂമൻ നേച്ചർ ടു തിങ്സ്. സാധനങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ ഈ പെന്നിന് ഹ്യൂമൻ നേച്ചർ, ഒരു പെന്നിനെ ഹ്യൂമൻ പോലെ ആക്കിയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, പെന്നിനെ നോക്കിയിട്ട് നീ എന്താ ഇങ്ങനെ ഒരു 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 വളവൊക്കെ ഉണ്ടല്ലോ നിനക്ക്, നേരെ നിന്നേ നേരെ. ആ, രാവിലെ കുളിച്ചില്ല അല്ലേ? ഓരോരോ ഇവിടെയൊക്കെ ഉണ്ടാ ഓരോ മാർക്കുണ്ട്. കുളിച്ചില്ല അല്ലേ? കുളിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കുളിക്കണം കേട്ടോ. പല്ല് തേച്ചിട്ടില്ല. സാധനം എല്ലാ ദിവസം പറയുന്നല്ലേ. ഇങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ എന്താണ്? ഈ പെന്നിനെ പേഴ്സോണിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പെന്നിനെ ഒരു ഹ്യൂമൻ ബീനെ പോലെ ഞാൻ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? The trees danced in the wind. കാറ്റത്ത് മരങ്ങൾ ആടി എന്ന് പറയുമ്പോൾ മരങ്ങൾ ശരിക്കും ഡാൻസ് ചെയ്യുമോ? ഇല്ല. പക്ഷെ മരങ്ങളെ ഒരു ഹ്യൂമൻ നേച്ചർ കൊടുത്തിരിക്കുകയാണ്, മരങ്ങളെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. The sun smiled down at us. അതിന്റെ അർത്ഥം സണ്ണ് താഴേക്ക് നോക്കിയിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സ്മൈൽ ചെയ്തതാണോ? അല്ല. സണ്ണ് ഉദിച്ചു, സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നതാണ്. പക്ഷെ സണ്ണിനെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്, സണ്ണിനെ ഹ്യൂമൻ ബീൻ പോലെ ആക്കിയിരിക്കുകയാണ്. The clouds cried drops of rain. മേഘങ്ങൾ മഴത്തുള്ളികൾ എന്താണ്? കരഞ്ഞു എന്നാ പറയുന്നത്. കരിയാണോ ചെയ്യുക മേഘങ്ങള്? അല്ല. പക്ഷെ മേഘങ്ങളെ ഹ്യൂമൻ ബീങ് പോലെ ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. പെർസോണിഫിക്കേഷൻ. മനസ്സിലായോ? ഹൈപ്പർബോളി. എന്താണ് സാർ ഹൈപ്പർബോളി? എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഐ ക്യാൻ ഈറ്റ് എ ഹോഴ്സ് നൗ. എനിക്കൊരു കുതിരയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കുതിരനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതാണോ? എന്നാ പിന്നെ നീ കുതിരനെ പിടി കഴിക്ക് എന്ന് പറഞ്ഞാൽ കഴിക്കുമോ? ഇല്ല. എക്സാജറേറ്റ് ചെയ്യാണ്. ദിസ് ടീ ഈസ് ഹോട്ടർ ദാൻ ദ സൺ. ഈ ചായയുടെ ചൂട് എന്താണ്? സൂര്യനെക്കാളും ചൂടാണ്. അങ്ങനെ വരുമോ? സൂര്യന്റെ ടെമ്പറേച്ചർ എന്താണ്? എത്ര കെൽവിനാണ്? 10 എത്ര കെൽവിനാണ്? ചായയുടെ എത്രയാണ്? വല്ല 300 കെൽവിനൊക്കെ. പക്ഷെ എക്സാജറേറ്റ് ചെയ്യാണ്. നിന്നെ കാണാൻ ഒരു അസ്ഥികൂടം പോലെ ഉണ്ടല്ലോ എന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ പണ്ട് എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടാൽ അങ്ങനെ തോന്നില്ല. അപ്പോൾ ചെറുപ്പത്തിൽ എന്താണ്, ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ എന്താ പഠിച്ചപ്പോഴായിരുന്നു, ഞാൻ കുളിച്ചിട്ട് ഷർട്ടൊന്നും ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, എടാ നിന്നെ കാണാൻ എന്താണോ അസ്ഥികൂടത്തിനെ പോലെ ഉണ്ടല്ലോ. അസ്ഥികൂടത്തിനെ പോലെയുള്ളതാണെങ്കിൽ അപ്പച്ചൻ ഇറങ്ങി ഓടിയനെ, അസ്ഥികൂടമാണ് ഇറങ്ങിയത്. പക്ഷെ അതുപോലെ ഉണ്ടല്ലോ എന്ന് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് നിന്നെ അലൻ എന്ന് പേരിട്ടെന്ന് പറഞ്ഞു. നീ എല്ലൻ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാറിൻ്റെ പേര് തന്നെ മറന്നുപോയോ? സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പേര് ശരിക്കും അലൻ എന്നായിരുന്നു, 3ാം ക്ലാസ് വരെ. അതിനുശേഷം എൻ്റെ പേര് മാറ്റിയതാണ്. അതിനെപ്പറ്റി നിങ്ങൾ നാളെ പറഞ്ഞുതരാം. ഓക്കെ, തൽക്കാലം ക്ലാസ്സിലേക്ക് വരാം.
അപ്പൊ അത്രയേ ഉള്ളൂ ഹൈപ്പർബോളി എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ്. എനിവേ ഇനി നമ്മുടെ ഇതിലെവിടെയൊക്കെ വരാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസിൽ അതൊന്നും വരുന്നില്ല, പക്ഷെ ഫസ്റ്റ് സ്റ്റാൻസിൽ വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ അനാഫോറ എന്ന് വിളിക്കാം. റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ എക്സ്പ്രഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് സെന്റൻസ്. ഇഫ് യു ക്യാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ്, ഡോണ്ട് ഡീൽ ഇൻ ഡേയ്സ്, ഡോണ്ട് ഗിവ് വേ ടു ഹീറ്റിംഗ്, ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നോട്ട് ടു ക്വിസ്, ഡോണ്ട് ഡു ദാറ്റ്. എവിടെ കേട്ട് ഓർമ്മയുണ്ടോ? സ്കൂൾ ടീച്ചർ പറയുന്ന പോലെ. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ഡിഡാക്ടിക് എന്ന് വിളിക്കുക. ഇന്റന്റ് ടു ടീച്ച് അഥവാ അഡ്വൈസ് കൊടുക്കുന്നത് നമ്മൾ ഡിഡാക്ടിക് എന്ന് വിളിക്കും. ഇത് പോയറ്റിക് ഡിവൈസ് അല്ല, ഒരു ടോണാണ്. ഈ പോയത്തിന്റെ മൊത്തം ടോൺ എന്താണ്? ഡിഡാക്ടിക് ആണെന്ന് പറയാം. അപ്രീസിയേഷനിൽ ഉപയോഗിക്കാൻ പോകുന്ന വേർഡ് ആട്ടോ, ഉപയോഗിച്ചോ. മൊത്തം പോയത്തിന്റെ ടോൺ എന്താണ്? ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഫീൽ ആണുള്ളത്. ഡിഡാക്ടിക് ടോൺ ആണെന്ന് പറയും. എന്താണ് മക്കളെ പറയാ? ഡിഡാക്ടിക്. ഇപ്പൊ ടീച്ചറിനോട് പറയണം, യു സൗണ്ട് ടു ഡിഡാക്ടിക്. ക്ലാസ്സിന് പുറത്താക്കുക വേറെ കാര്യം, പക്ഷെ എന്നാലും സ്റ്റൈലാവല്ലോ, മാസാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറയ്ക്കരുത് തോന്നുന്നു. ഈ ഡ്രീംസ് യുവർ മാസ്റ്റർ. മക്കളെ ഡ്രീംസിനെ മാസ്റ്റർ ആക്കി. എന്താണ് ഇവിടെ പോയറ്റിക് ഡിവൈസ്? എന്താണ്? ഡ്രീംസ്, സ്വപ്നങ്ങൾ ശരിക്കും മനുഷ്യൻ പോലെയാണോ, മാസ്റ്ററിനെ പോലെയാണോ? അല്ല, പക്ഷെ ഇവിടെ ഡ്രീമിനെ പെർസോണിഫൈ ചെയ്തതാണ്. ഡ്രീംസ് ആർ പെർസോണിഫൈഡ്, ഡ്രീംസ് ഇസ് പെർസോണിഫൈഡ് ആസ് വൺസ് മാസ്റ്റർ. പെർസോണിഫിക്കേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രയംഫും ഡിസാസ്റ്ററിനെയും ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് കണക്കാക്കി. ട്രയംഫിനും ഡിസാസ്റ്ററും ശരിക്കും ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ് ഇമ്പോസ്റ്റർ ആവുക, വേറൊരാളുടെ രൂപത്തിലൊരു മനുഷ്യൻ. പക്ഷെ ട്രയംഫും ഡിസാസ്റ്ററും സക്സസ് വലിയ മനുഷ്യന്മാരെ പോലെ ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. പെർസോണിഫൈഡ്, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആർ പെർസോണിഫൈഡ് ആസ് ഇമ്പോസ്റ്റേഴ്സ്. രണ്ട് പെർസോണിഫിക്കേഷൻ ആണ് ഈ പോയത്തിൽ, ഈ സ്റ്റാൻസിൽ തന്നെ ഉള്ളത്. ഇനി മെറ്റഫറും ഉണ്ട്. മെറ്റഫർ എവിടെ ഉള്ളത്? ട്രയംഫും ഡിസാസ്റ്ററും ഇമ്പോസ്റ്റർ ആയിട്ട് ഈക്വേറ്റ് ചെയ്തു. അതും മെറ്റഫറും കൂടിയാണ്, പെർസോണിഫിക്കേഷനും ആണ്, മെറ്റഫറും കൂടിയാണ്. വോൺ ഔട്ട് ടൂൾസ്. വോൺ ഔട്ട് ടൂൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ചുറ്റിക, അങ്ങനെയാണ്, ചുറ്റികയൊക്കെയാണ് ടൂൾസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞാൽ ചുറ്റിക വെച്ചിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ബിൽഡിംഗ് ആണോ പറയുന്നത്? അല്ല. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടും നമ്മുടെ ഈ വോൺ ഔട്ട് ടൂൾസ് വെച്ച് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ വോൺ ഔട്ട് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഇക്വേറ്റഡ് ടു ഹ്യൂമൻ പൊട്ടൻഷ്യൽ. വോൺ ഔട്ട് ടൂൾസിന് ഇവിടെ മെറ്റഫോർ വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഹ്യൂമൻ പൊട്ടൻഷ്യൽ, നമ്മുടെ ഉള്ളിലുള്ള കഴിവില്ലേ, ആ കഴിവിനെയാണ് ഈ വോൺ ഔട്ട് ടൂൾസ് ചുറ്റി വെച്ചിട്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മെറ്റഫോറിക് രണ്ട് എക്സ്പ്രഷൻസ് ആണ് ഈ ഒരു സ്റ്റാൻസയിൽ മാത്രമല്ല, പഠിച്ചു വെച്ചോ. ഹൈപ്പർബോളി ഓർ വാസ് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 ഞാൻ പഠിക്കാൻ പോയി, എന്താണ് ഗിറ്റാർ കോമ്പറ്റീഷന് പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഷ്ടപ്പെട്ട് ഞാൻ പോയതാണ്. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണോ ഞാൻ പോയത്? അങ്ങനെയൊന്നല്ല. പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പാടിന് നമ്മൾ എന്താ പറയുക, ജീവൻ കൊടുത്ത് കഷ്ടപ്പെട്ടു എന്നല്ല പറയുക. ഇറ്റ് ഈസ് ഹൈപ്പർബോളി, എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാണ്ട് ജീവൻ കൊടുത്ത് പോയൊന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ വിന്നിങ്സ്. ഇതൊരു ഇമേജറി ആണ്. വിന്നിങ്സിന്റെ ഒരു വലിയൊരു കൂമ്പാരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇമാജിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ഇമേജറി യൂസസ് ഇമാജിനേറ്റീവ് ലാംഗ്വേജ് ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ്, ആക്ഷൻസ് ഓർ ഐഡിയാസ്. നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇമാജിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇമേജറി എന്ന് വിളിക്കുക. ഓക്കെ, ഇത് വിഷ്വൽ ഇമേജറി ആണെന്ന് പറയാം. കാരണം വിഷ്വലി അല്ലേ, സൗണ്ട് വെച്ചിട്ടാണ് ചിന്തിപ്പിക്കുന്നതെങ്കിൽ ഓഡിറ്ററി ഇമേജറി എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ്, അടുത്ത പോയത്തിൽ പഠിക്കും. എനിവേ, അതുകൂടാതെ ഒരു പെർസോണിഫിക്കേഷൻ വീണ്ടും ഉണ്ട്, എക്സെപ്റ്റ് ദി വിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർട്ടും ബ്രെയിനും ഒക്കെ ഗിവ് അപ്പ് ചെയ്യുമ്പോൾ വില്ല്, ഇച്ഛാശക്തി ഇവരോട് പറയും ഹോൾഡ് ഓൺ. വില്ലിനെ ഇവിടെ മനുഷ്യനെ പോലെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വിൽ ഈസ് പെർസോണിഫൈഡ്. കാരണം വില്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ടിനോടും ബ്രെയിനോടും സിന്യൂവിനോടൊക്കെ പറയുന്നുണ്ട്, ഹാർട്ടിനോടും നെർവിനോടും സിന്യൂവിനോടൊക്കെ എല്ലാം പറയുന്നത് എന്താണ്? ഹോൾഡ് ഓൺ. ഇച്ഛാശക്തി എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ്, അതിന് ഹോൾഡ് ഓൺ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇച്ഛാശക്തിനെ, വില്ലിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു പെർസോണിഫൈഡ് ചെയ്തിരിക്കുകയാണ്, ഹ്യൂമൻ നേച്ചർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് പോവുകയാണെങ്കിൽ അൺഫോർഗിവിങ് മിനിറ്റ്. മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടൈം, അൺഫോർഗിവിങ് എന്ന് പറഞ്ഞാൽ ഫോർഗീവ് ചെയ്യാത്ത. രണ്ട് സെപ്പറേറ്റ് ക്വാളിറ്റീസ് ആണ്, രണ്ട് സെപ്പറേറ്റ് സാധനങ്ങളാണ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തിരിക്കുകയാണ് മക്കളെ? ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. മെറ്റഫോർ അല്ലേ? യെസ്. ടൈം എന്താണ്? അൺഫോർഗിവിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഫോർ മെറ്റഫോർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ, ഈ പോയത്തിലെ മെറ്റഫോറിക് എക്സ്പ്രഷൻ ചോദിച്ചാൽ പറയാൻ പറ്റില്ലേ? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആസ് ഇമ്പോസ്റ്റേഴ്സ്, അൺഫോർഗിവിംഗ് മിനിറ്റ്, ടൈം ആസ് അൺഫോർഗിവിംഗ്. യോസ് ഇസ് ദി എർത്ത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിന്റെയാണ് എർത്ത് എന്നാണ് പറയുന്നത്. ഇത് വല്ലതും നടക്കുന്നതാണോ? നിന്റെ ഇപ്പൊ ഇത്രയും ഈ പോയത്തിൽ പറയുന്ന കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നമ്മുടെ ആവുമോ? ഇല്ല. എക്സാജറേറ്റ് സ്റ്റേറ്റ്മെന്റ്, അഥവാ ഹൈപ്പർബോളിയാണ്. അപ്പോൾ ഈ പോയത്തിൽ പല ഇൻസ്റ്റൻസസ് ഓഫ് ഹൈപ്പർബോളി ഉണ്ട്, പെർസോണിഫിക്കേഷൻ ഉണ്ട്, മെറ്റഫോറിക് എക്സ്പ്രഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ ചാപ്റ്ററിലെ ഓരോ
ലിറ്റററി ഡിവൈസും മെറ്റഫോറിക് എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്, പെർസോണിഫിക്കേഷൻ ചെയ്താൽ ലിസ്റ്റ് ഉണ്ടാക്കുക, ഹൈപ്പർബോളി ലിസ്റ്റ് ഉണ്ടാക്കുക, ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചോദ്യം പരീക്ഷയിൽ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. ആൻഡ് ഫൈനലി ഈ ചാപ്റ്ററിന്റെ അപ്രീസിയേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം മക്കളെ, വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റാർ ഇട്ട പോയിന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം സൗണ്ട് എഫക്ട്സും ഇമേജസും ഇമേജറി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ പോയത്തിൽ, ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വരാൻ പോകുന്നത് ഈ ഓരോ സ്റ്റാൻസയുടെ റൈം സ്കീം വെച്ചിട്ടാണ്. അപ്പോൾ റൈം സ്കീം ഒന്ന് ബൈഹാർട്ട് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് സ്റ്റാൻസയുടെ എന്താണ് മക്കളെ, എ എ ബി ബി എ എ ബി സി ബി സി. ഫസ്റ്റ് സ്റ്റാൻസയുടെ മാത്രം എന്താണ്, എ ബി സി ഡി സി ഡി ആണ്. ബാക്കിയെല്ലാം എ എ ബി സി ആണ്. അപ്പോൾ ഈ റൈം സ്കീം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എന്താണ് നിങ്ങളോട് ചോദിക്കാൻ വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് റൈം സ്കീം ഐഡന്റിഫൈ ചെയ്യാം. പെട്ടെന്ന് പഠിപ്പിച്ചാൽ മക്കളെ പിടിച്ചോ. യു ഒരേപോലെ അല്ലേ, അപ്പൊ എ ഇതും അതുപോലെയാണ്, ഇതും അതുപോലെയാണ്. എല്ലാം യു ആണ്. യു 2 എല്ലാം സെയിം പോലെയാണ്. അപ്പൊ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, എ എന്ന് കൊടുക്കുക, ഒരേപോലെ ആയതുകൊണ്ട്. അടുത്തത് വേറെയാണ്, ബി ആണ്. അപ്പൊ അതിന് ബി എന്ന് കൊടുക്കുക. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈം ചെയ്യുന്നില്ല, ബി എന്ന് വിളിക്കാം. വെയിറ്റിങ്ങും ഇതും റൈം ചെയ്യുന്നില്ല, അപ്പൊ അതിന് അടുത്ത വേരിയബിൾ ഉണ്ടാക്കാം സി. പക്ഷെ ഹെയ്റ്റിംഗ് എന്താണ്, വെയിറ്റിംഗ് ആയിട്ട് റൈം ചെയ്യുന്നുണ്ട്. സോ ഇത് ബി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ബി എന്ന് വിളിക്കാം. ഈ വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ലൈസുമായി റൈം ചെയ്യുന്നുണ്ട്. സോ അവനെ സി എന്ന് വിളിച്ചിട്ട് ഇവനെ സി എന്ന് വിളിക്കാം. അപ്പൊ ഫസ്റ്റ് ചാൻസർ എന്താണ് മക്കളെ, എ അവരെല്ലാം ഒരേപോലെയാണ്. പിന്നെ ബി സി ബിയും ബി ഒരേപോലെ, സിയും സി ഒരേപോലെ. അപ്പൊ ഫസ്റ്റ് ചാൻസറുടെ റൈം സ്കീം എന്താണ് മക്കളെ, എ ബി സി. ക്ലിയർ ആണ്? ബാക്കിയുള്ള ഫസ്റ്റ് ആൻസർ മാത്രമേ പ്രത്യേകത ഉള്ളൂ, ബാക്കിയുള്ള സെയിം ആണ്. ബാക്കിയുള്ള ഏതൊക്കെയാണ് മക്കളെ, എല്ലാം നോക്കുന്നില്ല, ഒരെണ്ണം വെച്ച് പറഞ്ഞുതരാം. മാസ്റ്ററും എയിമും ബന്ധമില്ല, അപ്പൊ സോ എ ബി എന്ന് കൊടുക്കുന്നു. പക്ഷേ ഡിസാസ്റ്ററും മാസ്റ്ററും സെയിം ആണ്, സോ എ എന്ന് കൊടുക്കുന്നു. സെയിമും എയിമും റൈം ആണ്, സോ ബി എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇതും സെയിം ആയതുകൊണ്ട് സെയിം എന്ന് പറഞ്ഞാൽ റൈം ആയതുകൊണ്ട് എ ബി എന്ന് വന്നു. പിന്നെ നോക്കിക്കേ, സ്പോക്കണും ഫുൾസും ബന്ധമൊന്നുമില്ല, എന്നാൽ സ്പോക്കണും ഇതിന് മുൻപുള്ള ആൾക്കാർ ബന്ധമില്ല. അപ്പൊ സ്പോക്കൺ പുതിയൊരു വേരിയബിൾ കൊടുക്കുക. സ്പോക്കൺ പുതിയ വേരിയബിൾ കൊടുക്കണ്ടേ, കാരണം സ്പോക്കൺ ഇതിന് മുമ്പുള്ള ആൾക്കാർ ഇല്ല. എ എന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം എ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാസ്റ്റർ ഡിസാസ്റ്റർ ആണ്, എറിലെൻഡ് എന്നാണ്, അതുപോലെ അല്ലത്. അപ്പൊ അതിനെ സി എന്ന് കൊടുക്കുക. ഫൂൾസ് ബന്ധമില്ല, പക്ഷേ സ്പോക്കണും ബ്രോക്കണും ബന്ധമുണ്ട്, സോ ഇവിടെ സി എന്ന് കൊടുക്കുക. ഫൂൾസും ടൂൾസും ബന്ധമുണ്ട്, സോ ഇവിടെ ഡി എന്ന് കൊടുക്കുക. സോ സെക്കൻഡ് സ്റ്റാൻസിന്റെ റൈം സ്കീം എ ബി സി ഡി എന്നാണ്. ഇനി നിങ്ങൾ തേർഡ് സ്റ്റാൻസയും ഫോർത്ത് സ്റ്റാൻസയും അങ്ങോട്ടുള്ള സ്റ്റാൻസയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എ ബി സി ഡി ആണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ ആ റൈം സ്കീം പോയം അപ്രീസിയേഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. എന്താണ് മക്കളെ, പോയിറ്റ് ഡിവൈസ് പെർസോണിഫിക്കേഷന്റെ കാര്യം എന്ത് ചെയ്യുക, സക്സസും ട്രയംഫ്, സക്സസും ഡിസാസ്റ്ററും ഒക്കെ പെർസോണിഫൈ ചെയ്യപ്പെട്ടു. അൺഫോർഗിവിംഗ് മിനിറ്റ് മെറ്റഫോറിക് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്രീസിയേഷൻ ചോദിക്കുമ്പോൾ എടുത്തും കൂടി കാഴ്ച. ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ലിറ്റററി ഡിവൈസ്, പോയട്രി ഡിവൈസ് എല്ലാം കൂടി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. പിന്നെ റൈം സ്കീം ലിസ്റ്റ് ഉണ്ടാക്കണം. ബാക്കിയുള്ളത് നിങ്ങളുടെ ആ സ്റ്റാൻസ് ഏതാണോ അതിൻ്റെ അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം വെച്ചിട്ട് കൊണ്ട് കാഴ്ച, അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻട്രൊഡക്ഷൻ വേണം, ബ്രീഫ് സമ്മറി വേണം, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോയട്രി ഡിവൈസ് വേണം, അവസാനം കൺക്ലൂഷൻ വേണം.